BPD-യിലുള്ള 50% പേരും ഹൈപ്പർ സെക്ഷൽ ആയിരിക്കും. കമ്പൾസീവ് മാസ്റ്റർബേഷൻ ചെയ്യുന്നവരുണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണോട് സെക്സിന് പോകുന്നവരുണ്ട്, സെക്സിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്പിൽ പോകുന്നവരുണ്ട്. BPD-യിലുള്ള ഒരു 50% പേർക്കും റിസ്കി ബിഹേവിയേഴ്സ് ഉണ്ട്. ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അതേ ഗ്രൂപ്പിൽ പെട്ട റിലേഷൻഷിപ്പ്. എന്ത് സഹനങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിച്ചു പോകുന്നവരുണ്ട്. ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപ്പെടുത്തരുന്നൊക്കെ ചില മതങ്ങളിൽ പറയുന്നു. നമുക്ക് ആരോട് വേണമെങ്കിലും അറ്റാച്ച്ഡ് ആവും. അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് മാറാനുള്ള വിവേകം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും സോറി പറയില്ല. അപ്പം അങ്ങനെയുള്ള രണ്ടുപേര് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ അടിച്ച് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതിനെപ്പറ്റി നിലവിൽ നമുക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ സമൂഹത്തിൽ ഒന്നാമത്തെ അത്രയും അറിയില്ല. അതെ, ഇപ്പോഴൊക്കെയാണ് അത് അറിഞ്ഞു തുടങ്ങുന്നത്. മിക്കവരും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇതെന്താണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത്, ഇവളുടെ ദേഷ്യം, ഇവൻ്റെ ദേഷ്യം എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനെ റിപ്പീറ്റായിട്ട് മെസ്സേജ് വിളിച്ച് 100 പ്രാവശ്യം കോളൊക്കെ ചെയ്ത് ഇത്രമാത്രം ഇങ്ങനെ വയലൻ്റ് ആവാൻ ഇവിടെ എന്താണ്ടായേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ വ്യക്തിക്ക് BPD ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതെ, ആണുങ്ങളുടെ ആണെങ്കിൽ ഒരിക്കലും കണ്ടുപിടിക്കാറില്ല. ഈ ആണ് ഒരു അഗ്രസീവ് ബിഹേവിയറാണ്, അവൻ്റെ ഒരു ബിഹേവിയർ പ്രോബ്ലമാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്, എടുത്തുചാട്ടക്കാരനാണ്, ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ കാരണം അറിയാറില്ല സമൂഹത്തിൽ BPD ഉണ്ടെന്നുള്ളത്. പിന്നെ ഇതുപോലെ ഈവൻ നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഹോസ്പിറ്റലിലോ പോകുമ്പോൾ പോലും മിക്കവാറും കണ്ടുപിടിക്കാറില്ല. കാരണം അവർ ഡിപ്രഷൻ വരുന്നത് ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യും. ഡിപ്രഷൻ കഴിഞ്ഞാലും ഈ വ്യക്തി മാറുന്നില്ല. അങ്ങനെ കറങ്ങി ചില കേസുകൾ 10-15 വർഷം വരെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും BPD എന്ന് എൻ്റെ ക്ലിനിക്കിൽ വരും മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇതെന്താണ് വ്യക്തമായ കാരണമെന്ന് അറിയില്ല. കാരണം BPD അത്ര നമ്മുടെ നാട്ടിൽ അത്ര ഇതല്ല. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 10-ൽ 6 പേർക്ക് BPD ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ ഇവിടെ 10-ൽ 3 പേർക്കെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരാരും ക്ലിനിക്കിൽ വരാറില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ഇതുപോലെ ചില വീഡിയോസ് കണ്ടോ ഗൂഗിളിലൊക്കെ സ്വന്തം പ്രോബ്ലംസ് ഇങ്ങനെയാണെന്ന് കണ്ട് സെർച്ച് ചെയ്ത് എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് അവർക്ക് തോന്നുന്നു. അതെന്താ ഞാനിങ്ങനെ, എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വരുന്ന മിക്ക BPD-ക്കാരും സ്വന്തമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ക്ലിനിക്കിൽ വരുന്നതാണ്. സൊസൈറ്റിക്ക് ഇപ്പോഴും BPD-യെക്കുറിച്ച് വലിയ ധാരണയില്ല. നമ്മൾ സാധാരണ ഡിപ്രഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ആങ്സൈറ്റിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷേ BPD-യെക്കുറിച്ച് അത്ര അറിയില്ല. ഈവൻ അറിഞ്ഞാൽ പോലും BPD ആണെന്ന് സാധാരണ ഒരു വ്യക്തിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഇത് ഒരു തെറാപ്പിക്ക് പോകാതെ തന്നെ ഇത് സെൽഫായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം സെൽഫായിട്ട് അവർക്ക് എപ്പോഴും സെൽഫായിട്ട് മാറണമെന്ന് തന്നെയായിരിക്കും ആഗ്രഹം. കാരണം ആരാണ് സ്വന്തം പേഴ്സണാലിറ്റിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അത് സ്വയം മറ്റുള്ളവർക്കും പ്രശ്നങ്ങളാകുമ്പോൾ അത് മാറണമെന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം. കാരണം അവരുടെ തിങ്കിങ് ബ്രെയിൻ നോർമലായിരിക്കും, ഒരു കുഴപ്പമില്ല, നല്ലപോലെ തന്നെ അവർ ചിന്തിക്കും. പക്ഷേ സ്വന്തമായിട്ട് അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം ഇത്ര നാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർക്കറിയാം അവരുടെ ഇമോഷൻ അവരുടെ കൺട്രോളിലല്ലെന്ന്. പക്ഷെ ഞാനെന്ത് ചെയ്യാനാവും, എൻ്റെ ഇമോഷൻ എൻ്റെ കൺട്രോളിലല്ല. ഒരു ഇമോഷൻ ഷിഫ്റ്റ് അവരിലേക്ക് നടക്കുന്നു. അവർ ഹെൽപ്ലെസ് ആണ് ആ സിറ്റുവേഷനിൽ. അതുകൊണ്ട് സ്വന്തമായിട്ട് BPD മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റുക? BPD ഉള്ളവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് പലപ്പോഴും ആർക്കും അത്ര പറ്റാത്തൊരു കാര്യമാണ്. ലൈക്ക് എല്ലാവരും അതിനെ റിജക്റ്റ് ചെയ്യാറാണ് പൊതുവെ കാണപ്പെടുന്നത്. കുറച്ച് പേര് അങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന ചില വളരെ നല്ല കപ്പിൾസ് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ അത് അഖിൽ പറഞ്ഞ പോലെ അധികം പേരും ഓടി ഒളിക്കുകയാണ്, ഒഴിവാക്കി വിടാറാണ്. കാരണം എൻ്റെ അടുത്ത് വന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, ഈ വ്യക്തിയുടെ കൂടെ കൂടിയിട്ട് BPD ഉള്ള ആളുടെ കൂടി എൻ്റെ മനസ്സമാധാനം പോയി, ഇപ്പം ഞാൻ ചികിത്സ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി, എൻ്റെ അവസ്ഥ എല്ലാം മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് കൊടുത്തു. കാരണം ഈ വ്യക്തി എപ്പോഴും അങ്ങനെയല്ല. അപ്പോൾ ഈ ചില സിറ്റുവേഷനിലാണ് ഈ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി പെരുമാറുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണെന്ന് അവർക്കറിയാം, ഇമോഷൻ ഓവറായിട്ട് വരുന്നതാണെന്ന് അറിയാം, അത് കൺട്രോളെല്ലാം പറ്റാത്തതാണെന്നറിയാം. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെ എൻ്റെ ഒപ്പം 2 പേരും ഒരുമിച്ച് നിന്ന് കൺസൾട്ടേഷൻ ഓൺലൈനിലൊക്കെ വരുന്നവരുണ്ട്. കാരണം മറ്റേ ആൾ സപ്പോർട്ട് ചെയ്യാണ് ഇവർക്ക് വേണ്ടിയിട്ട്, ഞാനും കൂടെ വന്നിട്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾ ഹോം വർക്കുകൾ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും, അത് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്താക്കുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒപ്പം വരുന്ന ആളുകളും ഉണ്ട്. അവരെ കൂടെ ഒന്ന് മനസ്സിലാക്കി, ഡിപ്പെൻഡ്സ് ദ പേഴ്സൺ അനുസരിച്ച്. ഞാൻ എന്തിനാണ് ചിലർ ചോദിക്കും ഇങ്ങനെ റിസ്ക് എടുക്കണേ, ചിലർ പറയും ഇല്ല എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ്, കാരണം ഈ വ്യക്തി അല്ലാത്ത സമയത്ത് വളരെ നല്ലൊരു വ്യക്തിയാണ്,
അപ്പോൾ ഈ വ്യക്തിക്ക് ഇങ്ങനൊരു ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുറവുണ്ട്, അത് ഞാൻ കൂടെ ഒന്ന് ഒപ്പം ഒന്ന് എന്നെക്കൊണ്ടാവുന്ന ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു സപ്പോർട്ടീവ് ആകും ആ വ്യക്തി ഒന്നുകൂടിയും ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ. അപ്പം ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഈ പലതരം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയായിരിക്കാം പലതരം അറ്റാച്ച്മെൻറ്റ്? അതിൽ ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരിക? ഇതിൽ വരുന്ന ഒരു ഈ BPD-കാരിൽ വരുന്ന ഒരു അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. ഇവർക്ക് BPD-യിലുള്ളൊരു 50% പേർക്കും റിസ്കി ബിഹേവിയേഴ്സ് ഉണ്ട്. അതെ. ഹൈ അർജുകളുണ്ട്. അർജിൻ്റെ പുറയിൽ പോകും. അർജ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്, ഇതിനോടുള്ളൊരു പ്ലഷറിൻ്റെ പിന്നാലെ പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ. BPD-യിലുള്ള 50% പേരും ഹൈപ്പർ സെക്ഷലായിരിക്കും. അത് സെക്സിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്പൾസീവ് മാസ്റ്റുർബേഷൻ ചെയ്യുന്നവരുണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണോട് സെക്സിന് പോകുന്നവരുണ്ട്. ഓക്കെ. അപ്പോൾ അത് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്, അത് റിസ്കി ആയിട്ടുള്ള ബിഹേവിയറാണ്. അപ്പം ബിഞ്ച് ഈറ്റിംഗ് നടത്തുന്നവരുണ്ട്, ബിഞ്ച് സ്ക്രോളിങ്ങിലേക്ക് പോകുന്നവരുണ്ട്, പ്ലഷർ സീക്കിങ്ങിന് പോകുന്നവരുണ്ട്. ഇതെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ. അപ്പോൾ സെക്സിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്പിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അവിടെ ലവോ ഇതോ അടുപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അവരപ്പം തന്നെ പോയിട്ട് അടുത്ത ആളുടെ അടുത്തേക്ക് വീണ്ടും വേറെ സെക്സിന് പോകും. കാരണം അവരുടെ സെക്ഷൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകളെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ, പിന്നെ നമുക്ക് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതേ ഗ്രൂപ്പിൽ പെട്ട റിലേഷൻഷിപ്പ്, അങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും അല്ല, BPD-യിലുള്ള കുറച്ച് പേര്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ബൈപ്പോളർ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം? ബൈപ്പോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസിക രോഗമാണ്. ഓക്കെ. അത് നിങ്ങളുടെ ബ്രെയിന് അസുഖം വന്നേക്കണം, നിങ്ങളുടെ ഹാർട്ടിന് ഉണ്ടായ മാതിരി. ശരി. അപ്പോൾ ഒരു ബ്രെയിൻ ഫങ്ഷനിലുള്ള പ്രോബ്ലമാണ്. അതിന് ലോങ് ടേമിലേക്ക് ട്രീറ്റ്മെൻറ്റ്, മെഡിക്കേഷനാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ചോയ്സ്. ഓക്കെ. അതിൽ മൂഡ് ഡിസോർഡർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മൂഡ് ഡിസോർഡർ വരുന്നത് ഒരു ട്രിഗറുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ന്യൂറോ കെമിക്കലിൽ ഡോപ്പാമിൻ, സെറോട്ടോണിൻ്റെ അളവിൽ വ്യത്യാസമാണ്. ബൈപോളാർ എന്ന് പറഞ്ഞാൽ 2 പോളാറിലായിട്ട് നിൽക്കുന്നു. ഒന്നില്ലെങ്കിൽ ഡിപ്രഷൻ പോളാറിൽ, അത് ഭയങ്കര സങ്കടം, ഒന്നില്ലെങ്കിൽ ഹാപ്പി, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പോളാർ, അതാണ് മാനിയ. ഈ 2ലും മാറി മാറി വരുന്നതാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ഇത് പ്യുവർലി ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. BPD എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. BPD-യിൽ മൂഡ് ഡിസോർസിങ്സ് ഒക്കെ വരുന്നത് എന്തെങ്കിലും ട്രിഗർ മിക്കവാറും കാണും. ഒരു ട്രിഗർ അവർക്ക് ഫീൽ ചെയ്യുന്നു. മിക്കവാറും റിലേഷൻഷിപ്പ് ഇഷ്യൂസിലൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. BPD-യിൽ നമുക്ക് മെഡിസിൻ നിർബന്ധമൊന്നുമില്ല, സൈക്കോതെറാപ്പിയാണ് ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. BPD-യോട് കൂടെ വരുന്ന പ്രശ്നങ്ങൾക്കാണ് മെഡിക്കേഷൻ ആവശ്യമുള്ളത്. ബൈപ്പോളാറിൽ ഒരു ഓൾമോസ്റ്റ് അധികം നാളോ അല്ലെങ്കിൽ ലൈഫ് ലോങ്ങോ കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു നല്ല ലോങ് പീരീഡിലേക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് നല്ല ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ കഴിക്കേണ്ട, ആൻറ്റി കൺവൾസീവായിട്ട് മെഡിസിൻ, ലിത്തിയം പോലത്തെ മൂഡ് അറേഞ്ച് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരും. അങ്ങനെ മെനി മെഡിസിൻസ് കഴിക്കേണ്ടി വരും. പക്ഷേ BPD-യിൽ അതിൻ്റെ ആവശ്യമില്ല. ബൈപ്പോളാറിൽ ഒരു സൈക്കോതെറാപ്പിയിൽ എൻ്റെ 2-3 വെർഷൻ ഉണ്ട് ബൈപ്പോളാറിൽ. അതിൽ ഹൈ ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് കൺട്രോളിലല്ല. ബൈപ്പോളാറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈപ്പർ എനർജിയിലേക്കാണ് പോകുന്നത്. ആ എനർജി എൻ്റെ കൺട്രോളിലല്ലാതെ വരും. ഭയങ്കരമായിട്ട് ഞാൻ ഓവർ ടോക്ക് ചെയ്യും. എനിക്ക് ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് യാതൊരു ക്ഷീണമില്ല. വലിയ വലിയ കാര്യങ്ങൾ ഒറ്റ ടൈമിൽ എനിക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ഭയങ്കര മാനിയയിലിരിക്കുന്ന സ്റ്റേജിൽ ഭയങ്കര എനർജിയിലായിരിക്കും. എനർജി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രമാത്രം ഞാൻ പറക്കുന്ന പോലത്തെ എനർജി ആക്കി ആ സമയത്ത്. അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വളരെ താഴോട്ട് പോകും. തീരെ ഇല്ലാത്ത എനർജി, ഞാൻ സങ്കടത്തിലേക്ക് പോകും. BPD പിന്നെ ഫ്യൂ അവേഴ്സ് ടു നമ്മൾ ഡേ വരെ നിൽക്കുള്ളൂ. ഓക്കെ. അത് കഴിയുമ്പോൾ ഞാൻ നോർമലാവും. ബൈപ്പോളാറിൽ എന്താ സംഭവിക്കുന്നത്, എൻ്റെ മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്സ് ടു മന്ത്സ് വരെ നിൽക്കും. ഓക്കെ. അത്ര ലോങ് പീരീഡിലേക്ക് അത് നിൽക്കും. BPD ഒരു അവേഴ്സ് തുടങ്ങി ചിലപ്പോൾ 1 or 2 days കഴിയുമ്പോൾ ഞാൻ ബാക്ക് ടു നോർമലിലേക്ക് വരും. അപ്പോൾ അതിന് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ചില കേസുകളിൽ ഈ നാർസിസ്റ്റിക് ക്യാരക്ടറിനോടുള്ള റിലേഷൻ വളരെ ദീർഘകാലം കൊണ്ടുപോകുന്നവരുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് അതിനുള്ളൊരു ടെൻഡൻസി വരുന്നത്? പറഞ്ഞത് ശരിയാണ്. നാർസിസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടതിന് എന്തിനാണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആവരുത്. നമ്മളെ പഠിപ്പിച്ചു വെച്ചാൽ എന്താണ്, ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേർപ്പെടുത്തരുന്നൊക്കെ ചില മതങ്ങളിൽ പറയുന്നു. ഓക്കെ. ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും വളരെ ലോങ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കൾച്ചറിലും പഠിപ്പിക്കുന്ന വീട്ടുകാരെന്താ പറയണേ, അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറയണേ. അപ്പം അങ്ങനെ ഒരു കൾച്ചറിൽ വരുന്ന ഒരു ആൾ ഇതെങ്ങനെയാണെങ്കിലും ആണായാലും പെണ്ണായാലും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, റിലീജിയന് വേണ്ടിയിട്ട്, വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, കാരണം അതങ്ങ് സഹിച്ചുകൊണ്ട് പോകും. ഓക്കെ. എന്ത് സഹനങ്ങളുണ്ടെങ്കിലും
എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിച്ചു പോകുന്നവരുണ്ട്. ഓക്കെ. ഇത് കൂടാതെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് സബ്മിഷനായിട്ടുള്ള അതായത് ഞാൻ സ്വയം വേദനിക്കാൻ തീരുമാനിച്ചിട്ട് ആ വേദന അനുഭവിച്ചു പോണവരുണ്ട്. ഓക്കെ. അവർക്ക് ഈ വേദന ഇഷ്ടമാണ്, ഈ സഹനം ഇഷ്ടമാണ്, പണിഷ്മെൻറ്റ് ഇഷ്ടമാണ്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്, സബ്മിഷനായിട്ടുള്ള ക്യാരക്ടർ. ഈ സബ്മിഷനായിട്ടുള്ള ഈ വ്യക്തികൾ ആരെന്തൊക്കെ ഉപദ്രവിച്ചാലും ഒന്നും മിണ്ടയും പറയാതെ ജീവിതകാലം മുഴുവൻ സഹിക്കും. അതൊരു എന്തൊക്കെയോ പേരിൽ അതൊരു സഹനമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ട് ജീവിതം അവസാനിപ്പിച്ച് പോണവരുണ്ട്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ കുട്ടികൾക്കും ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ മക്കൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി കേസുകൾ ഈ പാരൻസിൽ ആരെങ്കിലും നാർസിസ്റ്റായിട്ട് ഈ കുട്ടി സഫർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, വൈഫ് സഫർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നാർസിസിസ്റ്റ് ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പം എന്തുകൊണ്ടായിരിക്കും അവർ ചിന്തിക്കുന്നത് ഞാനാണ് എല്ലായ്പ്പോഴും ശരി എന്നുള്ളത്? ഈ നാർസിസ്റ്റ് അവരെ കുട്ടിക്കാലത്തോ എപ്പോഴോ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കാണും. ഓക്കെ. അവരങ്ങനെ ആയിത്തീരുന്നതാണ്. ഓക്കെ. ഇപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായി കാണും. അപ്പോൾ ഇപ്പോഴല്ല, ചൈൽഡ്ഹുഡിലുള്ള കുറേ ഇഷ്യൂസ് ആയിരിക്കാം അതിലുണ്ടാകുന്നത്. പാരൻറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. ഓക്കെ. ഇതേ പറഞ്ഞ പോലെ അവർ ലൈഫിലുണ്ടായ എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും ചൈൽഡ്ഹുഡിലായിട്ട് അവർ വളർന്ന പാരൻറ്റിങ് സ്റ്റൈലുകൾ, ഇതുപോലെ എന്തെങ്കിലും ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി. വൺസ് അത് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് സെയിം ക്യാരക്ടറുള്ള രണ്ടുപേർ തമ്മിലൊരു റിലേഷൻ ആകും, അല്ലെങ്കിൽ അവരൊരു ബന്ധത്തിലാവുന്നു. അപ്പം എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? രണ്ട് നാർസിസ്റ്റ് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒന്നിച്ച് ചേർന്നത്. രണ്ടുപേരും വലിയ ബുദ്ധി ഉള്ളവരായിരിക്കും. ഓക്കെ. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിയും ഉണ്ടാവും, രണ്ടുപേർക്കും മാനിപ്പുലേഷൻ ഉണ്ടാവും, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യങ്ങളുണ്ടാവും. രണ്ടുപേരും അവരവരുടെ വിജയം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. അവരധികം സർവൈവ് ചെയ്യൊന്നുമില്ല, ഉടനെ തന്നെ അടിച്ച് പിരിയും. കാരണം ഒരാൾ മറ്റേ ആളെ ലീഡ് ചെയ്യാൻ, ഭരിക്കാനായിട്ട് ശ്രമിക്കും, ശിക്ഷിക്കാനായിട്ട് നോക്കും, തളർത്താൻ നോക്കും. അതിൻ്റെ മുകളിൽ കയറി ഇന്ന് അയാൾക്ക് വിജയം ഉണ്ടാകും, മറ്റേ ഒരു പെയിന് പോലെ അവർക്ക് വിഷയമല്ല. ജീവിതത്തിൽ ഒരിക്കലും സോറി പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേര് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ സെപ്പറേറ്റ് ആവും, അടിച്ച് പിരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതേസമയം രണ്ട് BPD ഉള്ള ഒരു പേഴ്സൺസ് ആണ് റിലേഷൻഷിപ്പിലോട്ട് പോകുന്നതെങ്കിലോ? രണ്ട് BPD ഉള്ളവരും ഇതിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. കാരണം രണ്ടുപേരിലും ഇമോഷൻസ് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ. അതിപ്പോൾ രണ്ട് പേരിലും ഇതേ ഇമോഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആര് തണുപ്പിക്കും? രണ്ടുപേരും ഹൈ ഇമോഷണലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് തോന്നും എൻ്റെ ഒരേ വൈബുള്ളൂ, അപ്പോൾ മറ്റേ ആളും ഒന്നിക്കാൻ പറ്റും. ഇല്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇമോഷൻ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ ഇമോഷനും അതേ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്തോ രണ്ടും കൂടി ഭയങ്കര ഫയറാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഒരിക്കലും BPD ഉള്ള ആൾക്കല്ല, നോർമലായ വ്യക്തിയാണ് BPDക്ക് ഏറ്റവും നല്ല ഒരു പാർട്ട്ണറായിട്ട് ഐഡിയലായിട്ട് നല്ലത്. ഇപ്പം നമുക്കൊരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചു, അപ്പോൾ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെയാണോ കാണേണ്ടത്, സൈക്കോളജിസ്റ്റിനെയാണോ കാണേണ്ടത്, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം ബെറ്റർ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആദ്യം പോകുന്നതാണ്. ഓക്കെ. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, കാരണം സൈക്കോളജിസ്റ്റിനെ അസസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. നിങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ 5 to 10 മിനിറ്റ്സിക്കുള്ളിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റ് സമയം തരില്ല. കാരണം ഒത്തിരി പേരെ അദ്ദേഹത്തിന് കാണാനുള്ളതാണ്. അതെ. അദ്ദേഹം നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് കേട്ടിട്ട് അദ്ദേഹത്തിന് മെഡിസിൻ എഴുതുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഞാൻ നല്ല പ്രൊഫഷണലായിട്ടുള്ള ചില ഹോസ്പിറ്റലുകളിലും വിദേശത്തൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ജൂനിയർ ഒരു സൈക്കോളജിസ്റ്റ് കാണും. ആദ്യം ഈ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് എല്ലാ ഡാറ്റാസ് ഇൻഫോർമേഷൻസും എല്ലാം എഴുതിയതിന് ശേഷം ഈ റിപ്പോർട്ട് കൂട്ടായിരിക്കും ഈ ക്ലയൻറ്റ് പേഷ്യൻ്റ് അവരുടെ മുമ്പിൽ ചെല്ലുക. അപ്പോൾ അത് ഈസി ആയിട്ട് വരും. അതുകൊണ്ട് ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട്, സൈക്കോളജിസ്റ്റ് എപ്പോഴും അസസ്മെൻറ്റുകൾ നടത്തും, ഏത് ടൈപ്പാണ്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലം, എന്നിട്ട് ആവശ്യമുള്ള കേസുകളാണെങ്കിൽ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ചെയ്യാണ്. അപ്പോൾ മെഡിക്കേഷനും പ്ലസ് സൈക്കോതെറാപ്പി രണ്ടും കൂടിയാണ് എല്ലാ കേസുകളും നമുക്കൊരു റിലീഫ് കിട്ടുന്നത്. പക്ഷേ വളരെ ആയിട്ടുള്ള ചില കേസുകളുണ്ട്. ഇപ്പം സൈക്കോട്ടിക് ആയിട്ടുള്ള കേസുകളുണ്ട്, സ്കിസോഫീനിയ അങ്ങനത്തെ പോലത്തെ വലിയ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ, ഇൻസൈറ്റ് നഷ്ടപ്പെട്ട കേസുകളിൽ നമുക്ക് സൈക്കോതെറാപ്പി നടത്താൻ പറ്റില്ല. സ്കിസോഫീനിയ തന്നെ പല വകഭേദങ്ങളുണ്ട്, അതിൽ നമുക്ക് സൈക്കോതെറാപ്പി നടത്താം. പക്ഷേ കംപ്ലീറ്റ്ലി പോയ ഇതുണ്ട് ആ കേസുകളിൽ. കാരണം ഡിലൂഷൻ ആൻഡ് ഹലൂസിനേഷൻസ്, ഇൻസൈറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കേഷൻ മാത്രമേ അതിന് ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പം അറ്റാച്ച്മെൻറ്റും അതിലോടുള്ള അഡിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരിക്കാം? BPD അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകളിലൊക്കെ മിക്കവാറും അഡിക്ഷൻ പോലത്തെ ഒരു ബിഹേവിയറാണ് മിക്കവാറും വരുന്നത്. ഓക്കെ. നമ്മൾ സാധാരണ പറയുക അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറയും. അത് പല കാരണം കൊണ്ട് വരാം. ട്രോമ ബോണ്ടിങ് എന്നൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെ കാരണം വന്നാലും
അയാൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും എനിക്ക് വ്യക്തിയെ വിട്ട് പോരാൻ തോന്നില്ല. ഓക്കെ. മെൻ്റലി ഫിസിക്കലി ഞാൻ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, വെർബലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് പറയും, പക്ഷേ ഇതൊക്കെ സഹിച്ചിട്ടും എനിക്ക് ഈ വ്യക്തിയെ വിട്ടു പോരാൻ തോന്നില്ല. എനിക്ക് എന്തൊക്കെയോ അഡിക്ഷൻ ഉണ്ട്. ഓക്കെ. ഞാൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും, ഞാൻ വീണ്ടും അയാളുടെ കൂടെ പോകും. അയാൾക്ക് വേറെ വളരെ മോശമായ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും എന്നെ എന്തൊക്കെ പണിഷ് ചെയ്താലും എനിക്ക് വിട്ടുപോകാൻ തോന്നില്ല. അതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ വരുന്ന സമയത്ത്, കുറച്ച് മാറിയിരിക്കുന്ന സമയത്ത് അഡിക്റ്റഡായ പേഴ്സൺ പിന്നെ ഇല്ലാതെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്സാണ്. ഓക്കെ. അതിൻ്റെ അർത്ഥം ഞാൻ അഡിക്റ്റഡായി എന്ന് പറയാണ്. അറ്റാച്ച്ഡ് നമുക്ക് ആരോട് വേണമെങ്കിലും അറ്റാച്ച്ഡ് ആവും. നമുക്ക് ഒരാളെ ഇഷ്ടം തോന്നി, അയാളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നി, അങ്ങനെ അറ്റാച്ച്ഡ് ആവുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ റിലേഷൻഷിപ്പിൽ അതിപ്പം ലവറാവണമെന്നൊന്നുമില്ല, ഒരു ഫ്രണ്ടായിട്ട് അറ്റാച്ച് ആവാം, ഏത് രീതിയിലും അറ്റാച്ച്മെൻ്റ് ആവും. പാരൻസായിട്ട് അറ്റാച്ച് ആവുന്നുണ്ട്. ഇറ്റ്സ് എ നോർമൽ പ്രൊസീജിയർ, ഒരു ഇതാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും അറ്റാച്ച് ചെയ്യപ്പെടും. പക്ഷേ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് മാറാനുള്ള വിവേകം ഉണ്ടാവില്ല. ഓക്കെ. ഇനി വിവേകം ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് മാറാൻ പറ്റില്ല. ഞാൻ ഒട്ടിപ്പോയി ചേർന്ന് പോയി, എനിക്കിനി ഇത് ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ തിങ്കിങ് ബ്രെയിൻ വിചാരിച്ചാൽ പോലും എൻ്റെ ഒരു പാർട്ട് ഇതിൽ നിന്ന് വിട്ടു പോരില്ല. അത് വിട്ടു പോന്നാൽ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും, ഞാൻ റെസ്റ്റ്ലെസ് ആവും, ഞാൻ ബാക്ക് ടു അവിടേക്ക് തന്നെ വീണ്ടും ഒട്ടിപ്പോവും. ഓക്കെ.